മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായിട്ടും വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനമായി ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ്. അതിന് പേരിലാണ് ബഹുമാന്യനായ മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ്. ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ്. അതായത് പാലക്കാട് വോട്ട് കൂടി CPM-ൻ്റെ, മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു. CPM-ൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും 3-ാം സ്ഥാനത്താണ് ക്ലാസ്സിൽ. അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ അവരോട് നീ 2-ാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും. അപ്പോൾ ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2-ാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തി അമ്മയെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ചോദിച്ചു, നിൻ്റെ മാർക്ക് കൂടിയാന്ന് ചോദിച്ചു. എൻ്റെ മാർക്ക് കൂടിയില്ല, അവൻ്റെ മാർക്ക് കുറഞ്ഞു, എൻ്റെ അടുത്തെത്തി. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു. അതല്ല ഇവിടെ നടന്നത്. എങ്ങനെയാണ് CPM-ഉം 2-ാം സ്ഥാനമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത്? CPM-ൻ്റെ വോട്ട് കൂടിയിട്ടാണ്. 50,000 വോട്ടുണ്ടായിരുന്ന CPM-ൻ്റെ വോട്ട് 39,000 വോട്ടായി മാറി. അപ്പോഴാണ് CPM അടുത്തു വന്നെന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞുവെന്ന്. BJP-യുടെ വോട്ട് കുറഞ്ഞതാണ്, താഴേക്ക് പോയതാണ്. ആ BJP-യുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്.